ലീല, നൂലുകളുടെ കൂട്ടുകാരി. ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിറമുള്ള തുണികളും കണ്ണാടിപ്പണികളും നിറഞ്ഞ ഒരു ലോകത്തിൽ ലീല എന്നൊരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു. എല്ലാവരും പുതിയ തുണികൾ നെയ്യുമ്പോൾ അവൾക്ക് തറികളിൽ നിന്ന് താഴെ വീഴുന്ന കൊച്ചുനൂലുകളായിരുന്നു ഇഷ്ടം. അവയെന്തിനാ ലീല? അവളുടെ കൂട്ടുകാർ ചോദിച്ചു. അവയെല്ലാം ഉപയോഗശൂന്യമായവയാണ്. ലീല ചിരിച്ചു. അവയോരോന്നിനും അതിന്റേതായ ഒരു കഥയുണ്ട്, അവൾ പറഞ്ഞു. അവൾ ആ നൂലുകൾ ഒരു കൊച്ചു സഞ്ചിയിൽ സൂക്ഷിച്ചു. ഒരു ദിവസം കേശവ് എന്നൊരു വ്യാപാരി ഗ്രാമത്തിലെത്തി. രാജാവിന്റെ കൊട്ടാരത്തിലെ വലിയൊരു ചിത്രത്തയ്യലിന് ആവശ്യമായ നിറമുള്ള നൂലുകൾ തേടിയാണ് അയാൾ വന്നത്. പക്ഷേ അയാൾക്ക് വേണ്ടത്ര നിറങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേശവ് നിരാശയോടെ തലകുനിച്ചു. ഇത്രയും മനോഹരമായ ഒരു ചിത്രത്തയ്യൽ പൂർത്തിയാക്കാൻ എനിക്ക് ഈ നൂലുകൾ ആവശ്യമാണ്, അയാൾ പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടത്ര നിറങ്ങൾ ഇവിടെയില്ല. ലീല ഇത് കണ്ടു. അവൾ ഓടിച്ചെന്ന് തന്റെ കൊച്ചു സഞ്ചി അയാളെ കാണിച്ചു. ഇതിൽ നിങ്ങൾക്കാവശ്യമായ നൂലുകളുണ്ടോയെന്ന് നോക്കൂ, അവൾ പറഞ്ഞു. കേശവ് സഞ്ചി തുറന്നു. അതിലുള്ള ഓരോ നൂലും അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ നിറം പകർന്നു. അവന്റെ ചിത്രത്തയ്യലിന് ആവശ്യമായ എല്ലാ നിറങ്ങളും അതിലുണ്ടായിരുന്നു. ഇവയെല്ലാം ഉപയോഗശൂന്യമായവയാണെന്ന് ഞാൻ കരുതി, കേശവ് പറഞ്ഞു. പക്ഷേ ഓരോ കൊച്ചുനൂലിനും അതിന്റേതായ ഒരു സൗന്ദര്യമുണ്ടെന്ന് നീ എന്നെ പഠിപ്പിച്ചു. ലീല ചിരിച്ചു. നമ്മൾ ഉപേക്ഷിക്കുന്ന പലതിലും വലിയ സൗന്ദര്യമുണ്ടാകും, അവൾ പറഞ്ഞു. കേശവ് ആ നൂലുകൾ വാങ്ങി സന്തോഷത്തോടെ തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദിവസങ്ങൾക്കകം ഗ്രാമത്തിലെ എല്ലാവരും ലീല ശേഖരിച്ച നൂലുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൾ ഉപേക്ഷിച്ച നൂലുകൾക്ക് പോലും ഒരു വലിയ കഥയുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അന്നുമുതൽ ഗ്രാമത്തിലെ ഓരോ കൊച്ചുനൂലും ഒരു നിധിയായി മാറി. ലീല എല്ലാവർക്കും ഒരു പാഠം നൽകി. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സൗന്ദര്യവും സന്തോഷവും കണ്ടെത്താൻ കഴിയും.